ചെയർപേഴ്സൺ ഉണ്ടായിരിക്കേണ്ട കഴിവ് സ്ത്രീകളുടെ കയ്യിൽ മൈലാഞ്ചി കൊണ്ട് എഴുതുന്നതിന് ഏറ്റവും ഭംഗിയുള്ള എഴുത്തേതാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണോ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കേണ്ട കഴിവ്? തലശ്ശേരിയിൽ നടക്കുന്ന അപ്പത്തരങ്ങളുടെ മേളയിൽ ഏറ്റവും നല്ല അപ്പമേതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഭക്ഷ്യ മത്സരത്തിന് മാർക്കിടാനുള്ള കഴിവാണോ ഒരു ചെയർപേഴ്സൺ വേണ്ടത്? ഈ രണ്ട് ഗുണമല്ലാതെ എന്ത് ഗുണമാണ് ഈ തലശ്ശേരിയിലെ ചെയർപേഴ്സൺ ഉള്ളത്? തലശ്ശേരിയിലെ നഗരസഭയും അവരെ തെരഞ്ഞെടുത്ത പാർട്ടിയും മറുപടി പറയണം. എന്തിന്റെ പേരിലാണ് ഇവർക്ക് അധികാരം നൽകിയത്? അവരിപ്പോൾ പറയുന്നു, കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ കണ്ണാടിയിൽ അവർ പറഞ്ഞില്ലേ, പുന്നോൾ പെട്ടിപ്പാലത്ത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമല്ലേ, അത് ഞങ്ങളുടെ സ്ഥലമല്ലേ, അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങളെ തീരുമാനിക്കുക എന്ന് ആമിന മാലിക് ചോദിക്കുന്നു. ഇത്രമാത്രം വിവരം കെട്ട ഒരു ചെയർപേഴ്സൺ ഇന്ത്യയിലെ ഏതെങ്കിലും നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഇല്ല എന്നാണ് ഉത്തരം. എന്റെ സ്ഥലത്ത് എനിക്ക് എന്തും ചെയ്യാമെന്ന ദാഷ്ട്യം ഇന്നൊരു സ്കൂൾ കുട്ടിക്ക് പോലുമില്ല. സാമൂഹ്യ ബോധമുള്ള ആരും പറയുകയില്ല എന്റെ സ്ഥലത്ത് എനിക്കെന്തും ചെയ്യാമെന്ന്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ഉയർന്ന ഒരു ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ എന്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമിന മാലേക്കലിന്റെ ആ ഏഷ്യാനെറ്റിലെ കണ്ണാടി ഞാൻ കണ്ടു. അവർ പറയുന്നു അവരുടെ സ്ഥലത്ത് എന്തുമാകാമെന്ന്. എന്തുമാത്രം വിവരം കെട്ട സ്ത്രീയാണത് എന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആ ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് തലശ്ശേരിയുടെ ദൗർഭാഗ്യം, ഇതാണ് തലശ്ശേരിയുടെ തലവിധി. വിവരമില്ലാത്ത, സാമൂഹ്യ ബോധമില്ലാത്ത, നിയമങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത, കോടതികളെ ആദരിക്കാൻ പഠിക്കാത്ത ഒരു സ്ത്രീയെ ചെയർപേഴ്സൺ എന്ന പേരിൽ പേരേണ്ടി വന്നതാണ് തലശ്ശേരിക്കാരുടെ ഏറ്റവും വലിയ